പറയുന്നു, ഞങ്ങളും അത് ഒരു പരിധിവരെ സമ്മതിക്കുന്നുവെങ്കിലും യാഥാർത്ഥ്യമായി സമൂഹത്തിൻ്റെ ഉൾത്തലങ്ങളിൽ എത്തുമ്പോൾ അവിടെയൊന്നും അത് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള പ്രദേശങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ബൈബിൾ ഫെയ്ത്ത് മിഷൻ ഈ നാളുകളിൽ ഇതിൻ്റെ രൂപാന്തരത്തിൻ്റെ സന്ദേശവുമായി 6 സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾക്കിനി ഒരുപാട് പ്രയാണം ചെയ്യാനുണ്ട്. അതിന് നമ്മുടെ ഒരുമയോടുകൂടിയ പ്രാർത്ഥനയുടെയും നമ്മുടെ ഇത്രയും വളർച്ചയ്ക്ക് കാരണമായി തീർന്ന സുവിശേഷത്തിൻ്റെ പങ്കുവെക്കലിനായി നമ്മിൽ നിന്നും ഇന്നും ഇരുളടയിൽ കിടക്കുന്ന നമ്മുടെ ഉത്തരേന്ത്യയിലെ സഹോദരങ്ങളെ തേടി ലോകം മുഴുവനും നിങ്ങൾ എൻ്റെ സാക്ഷികളാകി വീണെന്ന സുവിശേഷത്തിന്റെ ഫലമായിട്ടാണല്ലോ നമ്മൾ ഇവിടം വരെ വന്നെത്തിയത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ, അനുഭവങ്ങളെ, നന്മകളെ ഉത്തരേന്ത്യയുടെ നമ്മുടെ രക്തത്തിന്റെയും മാംസത്തിന്റെയും കൂടവകാശികളായി കിടക്കുന്ന സഹോദരങ്ങളുടെ രൂപാന്തരത്തിനും പങ്കുവയ്ക്കുവാൻ നല്ല മനസ്സുള്ളവരായി 100-ാം വർഷത്തിൽ ഇന്ന് തുടങ്ങി ഇവിടെ നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന കാര്യാദികളിലൂടെ പ്രത്യേകിച്ചും ഇവിടുത്തെ യുവജനങ്ങൾ ഉണർവുള്ളവരായി നമ്മെക്കാളും ഇരുളറയിൽ തപ്പുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ, ഇന്ത്യ സാമ്രാജ്യത്തിൻ്റെ പീഡിത വർഗത്തെ ഉദ്ധരിക്കുവാനുള്ള കർമ്മപരിപാടികളുടെ ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനിയും 100 വർഷം കഴിയുന്ന നാൾ വരെയും നമ്മളെല്ലാം നിർബന്ധമായിട്ടും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഒരുപാട് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 100-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുവാനായി തീരുമാനിച്ചത്. അതിന് ദൈവം നമ്മെ ഇടയാക്കിയതോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടെ നന്ദി ഞാൻ ഈ സഭയുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഐക്യരാഷ്ട്ര സഭയിലെ കരുത്തനായ ഇന്ത്യൻ സ്ഥാനാപതി, ഏത് പ്രതിസന്ധിയിലും തളരാത്ത ധീരനായ പോരാളി, കേന്ദ്ര മന്ത്രിസഭയിലും ജ്വലിച്ചു നിൽക്കുന്ന പ്രഭാവം, തിരുവനന്തപുരം ജില്ലയുടെ പാർലമെന്റ് അംഗം, വികസന നായകൻ, വിവിധ മേഖലകളിൽ ശക്തി തെളിയിച്ച ബുദ്ധിശാലി, തത്വചിന്തകൻ, വാഗ്മി, അതെ, അത് മറ്റാരുമല്ല, ഡോക്ടർ ശശി തരൂർ. അദ്ദേഹത്തിന് ഈ ശതാബ്ദി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിലേക്ക് ഹാർദവമായ സ്വാഗതം. ബഹുമാനപ്പെട്ട ബിഷപ്പ് മോസസ് സ്വാമിദാസ്, അദ്ദേഹത്തെ ഇത്ര നല്ല പ്രസംഗിയാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. അതിൻ്റെ ശേഷം സംസാരിക്കാൻ എനിക്കൊരു നാണക്കേട് തോന്നുന്നു. അദ്ദേഹം അത്ര നന്നായി നമ്മളോട് സംസാരിച്ചു. ശ്രീ ധർമ്മരാജ് രസാലം തിരുമേനി, CSI ചർച്ചിൻ്റെ, ശ്രീ കൂർലോസ് തിരുമേനി, സെൻറ്റ് തോമസ് എവാഞ്ചലിക്കൽ ബിഷപ്പ്, ECI ബിഷപ്പ്, മിഷൻ സെക്രട്ടറി ശ്രീ റോയ്സ്റ്റർ, ഡോക്ടർ പ്രേംജീത്ത്, ശ്രീ സ്റ്റീവൻ, ശ്രീ കൊട്ടാമം വിനോദ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരോജിനി, ശ്രീമതി സാവിത്രി കുമാരി, ശ്രീ യോവാസ്, ബൈബിൾ ഫെയ്ത്ത് മിഷൻ ചർച്ചിൻ്റെ അംഗങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ബൈബിൾ ഫെയ്ത്ത് മിഷനിൻ്റെ 100-ാമത്തെ വാർഷിക ആഘോഷിക്കാനാണ് കൂടിയിരിക്കുന്നത്. 100 വർഷം ഏത് സ്ഥാപനത്തിനും ഒരു വലിയ കാര്യമാണ്. 1913 നിങ്ങളുടെ ഫൗണ്ടറായ റെവറൻഡ് CR വേദാന്തചാരി, അദ്ദേഹം ചെറുപ്പക്കാരനായിട്ട് അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് 1913 ഓർഡെയിൻഡ് ആയിട്ട് അഡ്വെന്റ് മിഷൻ ചർച്ചിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യക്ക് തിരിച്ചു വന്നപ്പോൾ ആ സമയത്ത് സ്ഥാപിച്ച ബൈബിൾ ഫെയ്ത്ത് മിഷനാണ് ഈ വർഷം 100-ാമത്തെ വർഷം ആഘോഷിക്കുന്നത്. അദ്ദേഹം ഈ ചർച്ചിനെ ആരംഭിച്ച ശേഷം പ്രത്യേകിച്ച് ദളിത് മേഖലയിലും, ഇംഗ്ലീഷിൽ പറയും റീച്ചിങ് ദി അൺറിച്ച്ഡ്, ദൂരമുള്ളവരെ, ഇൻക്ലൂഡിങ് ദി എക്സ്ക്ലൂഡഡ് എന്നും പറയാം, വെളിയിൽ വെച്ചവരെ അകത്ത് കൊണ്ടുവരുന്ന ഒരു മിഷനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 1937 ചെറുപ്പക്കാരനായിട്ട് പെട്ടെന്ന് അന്തരിച്ചപ്പോൾ നിങ്ങളുടെ ചർച്ചിന് പല ബുദ്ധിമുട്ട്. അദ്ദേഹം അന്തരിച്ച് പോയപ്പോൾ 145 ചർച്ചുണ്ടായിരുന്നു ബൈബിൾ ഫെയ്ത്ത് മിഷനിൻ്റെ. പക്ഷേ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ശ്രീ മോസസ് സ്വാമിദാസ് ഈ ചർച്ചിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആ 145 ചർച്ച് പോയിട്ട് 5 ചർച്ചായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തോടെ ഈ 5 ചർച്ചിനെ 200 ചർച്ചിനെക്കാൾ കൂടുതലാക്കിയിട്ടാണ് 4 വർഷം മുമ്പ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ ഒരു ബിഷപ്പാക്കിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം തിരുമേനിക്കാണ് നമ്മളിന്ന് പ്രത്യേകിച്ച് ഒരു ആഘോഷമായി പറയേണ്ടത്. അപ്പോൾ ബിഷപ്പ് സ്വാമിദാസ് ഈ ചർച്ചിൻ്റെ എല്ലാ പ്രവർത്തനവും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നമ്മളുടെ ചേർച്ചിൻ്റെ എപ്പോഴും ഒരു കാര്യം വലിയ ഇഷ്ടപ്പെടുന്നത്, അത് രസാലം തിരുമേനിയായ ശരി, അത് വേറെ ചേർച്ചായാലും ഇന്നത്തെ ബൈബിൾ ഫെയ്ത്ത് മിഷൻ്റെ ഉദാഹരണമായാലും ശരി, ദൈവത്തിൻ്റെ ഒപ്പം മനുഷ്യൻ്റെ ബന്ധം മാത്രമല്ല അവരുടെ പ്രവർത്തനം. ആ സ്പിരിച്വൽ ലീഡർഷിപ്പ് എപ്പോഴും ആവശ്യമുണ്ട്. പക്ഷെ അവർ ഒരേ സമയത്ത് സാമൂഹിക കാര്യങ്ങൾ നല്ലപോലെ നോക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ കുട്ടികളെ ഇവിടെ കാണാൻ സാധിക്കും. ഐ ഹോപ്പ് യു ആർ ഓൾ സ്റ്റഡിയിങ് വെരി വെൽ. ഐ കം ബാക്ക് ടു യു ഇൻ എ മിനിറ്റ്. അതുപോലെ തന്നെ മിഷനിൻ്റെ വിമൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, പ്രത്യേകിച്ച് നമ്മളുടെ ഗ്രാമീണദേശത്തിൻ്റെ സ്ത്രീകളുടെ വികസന കാര്യങ്ങൾ നല്ലപോലെ ഒരു പ്രോജക്റ്റ് നടത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതി ഈ ചേർച്ച് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ബിഷപ്പ് മോസസ് സ്വാമിദാസ് ദളിത് ക്രിസ്ത്യൻ വിഷയങ്ങളെക്കുറിച്ച് ഒരു അതോറിറ്റിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ അദ്ദേഹത്തിൻകാർ കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നോ, കൂടുതൽ ഇദ്ദേഹത്തിൻകാർ ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അദ്ദേഹം ദളിത് ബഹുജൻ കമ്മീഷനിൻ്റെ നാഷണൽ ലീഡറുമാണെന്ന് മാത്രമല്ല, ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ കേരള ചാപ്റ്ററിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ മേഖലയിലും ദളിത് ക്രിസ്ത്യൻസിൻ്റെ ഓരോരോ ആവശ്യത്തിന് വേണ്ടി നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ഓഫ് തിയോളജി തീസിസും ഈ വിഷയത്തിലായിരുന്നു. എന്നിട്ട് 10-30 വർഷമായിട്ട് ഈ വിഷയത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിമാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കണ്ടിട്ട് അദ്ദേഹം ഈ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിൾ ഫെയ്ത്ത് മിഷനിൻ്റെ ചരിത്രത്തിൽ ഈ 100 വർഷത്തിൻ്റെ എവല്യൂഷൻ ഒരു റിലീജിയസ് സ്ഥാപനമായിട്ട് മാത്രം കാണാൻ സാധിക്കില്ല. പല വിധത്തിലും സാമൂഹ്യത്തിൻ്റെ ഒപ്പം ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സമാജത്തിനെ എങ്ങനെ നന്നാക്കാൻ, നമ്മുടെ സാമൂഹ്യത്തിനെ എങ്ങനെ നന്നാക്കാൻ സാധിക്കും, അതാണ് ബൈബിൾ ഫെയ്ത്ത് മിഷൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അതിന് ഞാൻ ബിഷപ്പിനോട് അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഇനി വരാൻ പോകുന്ന പ്രവർത്തനത്തിൻ്റെ എൻ്റെ എല്ലാ മംഗളം ആശംസകൾ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസം നമുക്ക് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വിദ്യാഭ്യാസത്തിന് വില വയ്ക്കുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ. എല്ലാം വെച്ച് പാവപ്പെട്ട വീട്ടിൽ പോയാൽ കൂടി ഒരു കുട്ടി പഠിക്കുകയായിരിക്കും. പക്ഷേ ഈ സ്കൂളിൽ 2 പ്രത്യേകത എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒന്ന്, ഇത് റെസിഡൻഷ്യലാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വീട്ടിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവർ പഠിപ്പിനെ ഒരു തടസ്സമായിട്ട് മാറി വരും. പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ടാവില്ല. അച്ഛനും അമ്മയും അവർക്ക് വെളിച്ചം കൂടി കൊടുക്കാൻ, ഇപ്പോൾ പുസ്തകം വായിക്കാനുള്ള വെളിച്ചം കൊടുക്കാൻ സാധിക്കില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ അവർ പറയും, കുട്ടി പഠിക്കണ്ട, ഞങ്ങൾക്ക് എൻ്റെ സഹായം വീട്ടിൽ വേണം. ഒരു പെൺകുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടികളെ നോക്കാനോ വീട് പണിക്ക് വേണ്ടിയിട്ടാണോ, ഒരു ആൺകുട്ടിയാണെങ്കിൽ കൃഷി മേഖലയിലോ വേറെ വല്ല ജോലി ചെയ്തിട്ട് ഒരു വരുമാനം കൊണ്ടുവരാൻ. ഇതെല്ലാം പല പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു റെസിഡൻഷ്യൽ സ്കൂളായിട്ട് അത് കെട്ടിയാൽ അവർക്ക് ഒരു സ്കൂളിൽ താമസിച്ചിട്ട് അതിൽ സിംഗിൾ മൈൻഡ് ഫോക്കസസ് ആയിട്ട് നന്നായി ചെയ്യാൻ സാധിച്ചു എന്ന് അതെനിക്ക് നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് മാത്രമല്ല, തിരുമേനി തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാവണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ലൊരു തീരുമാനമാണ്. നാളെക്കുറിച്ച് നമ്മൾക്ക് കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയമിൻ്റെ ഉപയോഗം നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ് താമസിക്കുന്നത്. ഈ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർ ലോകത്തിലിറങ്ങി ജോലി തിരയുമ്പോൾ മലയാള ഭാഷ മാത്രം സംസാരിച്ചിട്ട് എവിടെയും ഒരു ജോലി കിട്ടാൻ പോകുന്നില്ല. ഇപ്പം തന്നെ നമ്മളുടെ കേരളത്തിൽ നമുക്കറിയാം, പല മലയാളികളും കേരളം വിട്ടിട്ട്, കേരളത്തിൽ ജോലി തികയാത്ത കാരണം കേരളം വിട്ടിട്ട് അന്യ സംസ്ഥാനത്തിൽ പോയിട്ട് ഓരോരോ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെയൊക്കെ നിങ്ങൾ മലയാളം സംസാരിച്ച ആരാ നിങ്ങൾക്ക് ജോലി തരാൻ പോകണം? അവിടുത്തെ ഭാഷ പഠിക്കണം. ഇന്ത്യയിൽ എല്ലാവരും നോക്കുന്ന ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്, 2ാമത്തെ ഭാഷയായിട്ട് ഇംഗ്ലീഷ് ഉണ്ടല്ലോ.
അപ്പോൾ ഇംഗ്ലീഷ് നന്നായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എവിടെയും പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ ഇരുന്നവരും കൂടി ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടത്തിൽ നല്ല ജോലികളെടുത്താൽ അത് അന്യ സംസ്ഥാനത്തിൻ്റെ ആൾക്കാരോടൊപ്പം പ്രവർത്തിക്കേണ്ടി വരും. എന്താ കാരണം? ഇപ്പോൾ നമ്മളുടെ ടെക്നോ പാർക്കോ നമ്മളുടെ ഈ കമ്പ്യൂട്ടർ മേഖലയിലത്തെ പ്രവർത്തിക്കുന്ന കുട്ടികളോട് ചോദിച്ചോളൂ, അവർക്ക് ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിട്ടില്ലെങ്കിൽ ജോലി കിട്ടില്ല. ഇതെല്ലാം ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിച്ചിട്ട് അന്യ സംസ്ഥാനത്തിൻ്റെ ആൾക്കാരോട് സംസാരിക്കാനും ചിലപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വേറെ രാജ്യത്തിൻ്റെ ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് ഇംഗ്ലീഷ് അറിയണം. അവരുടെ ഭാഷ ഒരു പക്ഷേ ഇംഗ്ലീഷ് ആയിരിക്കില്ല, ജർമ്മനോ ഫ്രഞ്ചോ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇന്ത്യയോടൊപ്പം ബിസിനസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഭാഷ അവർക്ക് അറിയണത് നമ്മളുടെ പൊന്ന് മലയാളമല്ല, ഇംഗ്ലീഷ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സ്റ്റഡി യുവർ ഇംഗ്ലീഷ് ഹാർഡ്, വർക്ക് വെൽ ഇൻ ഇംഗ്ലീഷ്, ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്, watch television in English so that it will be an asset to you as you grow up and enter the world of work and responsibility. തിരുമേനി ഇപ്പോൾ അത്ര നന്നായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചില്ലേ, പക്ഷെ അദ്ദേഹത്തിൻ്റെ തീസിസൊക്കെ എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പോൾ രണ്ട് ഭാഷയും അറിയണതിൽ ഒരു തെറ്റില്ല. രണ്ട് ഭാഷയും അറിയണതാണ് നമ്മളുടെ ബുദ്ധി. അങ്ങനെയാണ് ഈ ലോകത്തിൽ പ്രത്യേകിച്ച് വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ നല്ല പോലും കാര്യം ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ വിമൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, സ്ത്രീകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണ്. ഏത് രാജ്യത്തിലും സ്ത്രീകളെ നമ്മൾക്ക് നല്ലവണ്ണം സഹായിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യം നശിക്കും. മഹാത്മാഗാന്ധിയും കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത്, നമ്മൾക്ക് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയെ പഠിപ്പിച്ച നല്ല കാര്യമാണ്, ഒരു വ്യക്തിയെ പഠിപ്പിച്ചു. പക്ഷേ ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചാൽ നമ്മളൊരു പെൺകുട്ടിയെ മാത്രമല്ല നമ്മളൊരു കുടുംബത്തിനെയാണ് പഠിപ്പിക്കണ, ഒരു സമുദായത്തിനെയാണ് നന്നാക്കണ, ഒരു സാമൂഹ്യത്തിനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പെൺകുട്ടികൾ ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നുന്നുണ്ട്. പെൺകുട്ടികൾ പഠിക്കൂ, വലുതാവും. പല ഈ ഗ്രാമദേശത്തിലത്തെ വികസന പ്രവർത്തനങ്ങളിൽ പലവരും സ്ത്രീകൾക്കും ആണ് അവർ വിശ്വസിച്ചിട്ട് ഓരോരോ സഹായം കൊടുക്കുന്നത്. മൈക്രോ ഫൈനാൻസ്, മൈക്രോ ക്രെഡിറ്റ് പറയുന്നതൊക്കെ 95% സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത്. അവർ നല്ലപോലെ പ്രവർത്തിക്കും, അവരതിനെ കള്ളു കുടിച്ചിട്ട് ചിലവാക്കില്ല. അവർ ആ പൈസ അവർ സമ്പാദിക്കുന്നതിന് അവരുടെ കുട്ടികൾക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കും. എന്നിട്ട് അവർ കടമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എപ്പോഴും കടം തിരിച്ചു കൊടുക്കും, അത് വീട്ടും. അതാണ് സ്ത്രീകളെക്കുറിച്ചുള്ള അഭിപ്രായം ഇന്ത്യ മുഴുവനും. അത് സത്യമാണ്, പല തെളിവുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് സ്ത്രീകൾക്ക് ശക്തി കൊടുക്കണം. സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തെ നന്നാക്കാനുള്ള അവസരങ്ങളും സഹായവും കൊടുക്കണം. അപ്പോൾ ഈ വിമൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ബൈബിൾ ഫോർ മിഷൻ നടക്കുന്നത് എനിക്ക് സന്തോഷത്തോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ റണ്ണിങ് ദിസ് പ്രോഗ്രാം. പിന്നെ അവസാനത്തെ പോയിന്റ് പറയാനുള്ളത് ദലിത് ക്രിസ്ത്യൻസിൻ്റെ ആവശ്യങ്ങൾ. ഇതൊരു എളുപ്പം പ്രശ്നമല്ല, നിങ്ങൾക്കറിയാം. 1956 ഒരു മഹാൻ ദലിത്താണ്, ഡോക്ടർ അംബേദ്കറാണ് ആദ്യം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു അഫേർമേറ്റീവ് ആക്ഷൻ പ്രോഗ്രാമായിട്ട് എഴുതിയിട്ട് ദളിത് കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബ്സിനും നമ്മളുടെ ആദിവാസികൾക്കും ചില റിസർവേഷൻസും ചില ബെനിഫിറ്റ്സും എഴുതി കൊടുത്തു. ഇപ്പോൾ കൂടി നമുക്കറിയാം ദളിത്സിന് നമ്മൾ ഇലക്ഷന് നിൽക്കുമ്പോൾ കൂടി ചില മണ്ഡലങ്ങൾ, ചില കൺസ്റ്റിറ്റ്യുവൻസീസ് ദളിത്സിന് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ദളിത്തിൻ്റെ അർത്ഥം എപ്പോഴും ദളിത് ഹിന്ദുവായിട്ടാണ് കണ്ടത്. ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞു, ഇത് ഹിന്ദു മതത്തിൻ്റെ അകത്തുള്ള ഒരു തെറ്റാണ്, ഒരു അന്യായമാണ്, നമ്മളതിനെ പരിഹരിക്കണം. പക്ഷേ ദളിത്മാർ ഈ മതം വിട്ടിട്ട് വേറെ മതങ്ങൾ, അംബേദ്കർ തന്നെ ഹിന്ദുയിസം വിട്ടിട്ട് ബുദ്ധിസ്റ്റായി, അതുപോലെ പലവർ ക്രിസ്ത്യൻസായി വരുമ്പോൾ ആ റിസർവേഷൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നില്ല. എന്താ കാരണം? ഇതുവരെ കോടതികളെടുത്ത പൊസിഷൻ എന്താണ്? ദളിത് ഡിസ്ക്രിമിനേഷനും ഒപ്രഷനും ഹിന്ദു മതത്തിനകത്ത് മാത്രമാണ്. ക്രിസ്ത്യാനിറ്റിയിൽ പോയാൽ അതൊരു ഈക്വൽ മതമാണ്, ഇസ്ലാം ഒരു ഈക്വൽ മതമാണ്, അവർക്ക് അതിൻ്റെ ആ ഒപ്രഷൻ അറിയുന്നില്ല. പക്ഷേ പലവരും പറയുന്നു, ഇതാണ് ഐ എം ഷുവർ, ഇതാണ് ഞാൻ തിരുമേനിയോടൊപ്പം ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ പലവരും ഇത് പറയുന്നുണ്ട്, ഇത് ശരിയല്ല. എന്താ കാരണം? നമ്മുടെ സമൂഹത്തിൽ ഒരു ദളിതായി ജനിച്ച വ്യക്തി എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ദളിതാണ്. അതുകൊണ്ട് അവർ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ,
നാളെ ഹിന്ദു പോയിട്ട് ക്രിസ്ത്യൻ ആയാലോ വേറെ വല്ലതുമായാലോ ആ ബുദ്ധിമുട്ടുകൾ മാറിപ്പോയില്ല. അതുകൊണ്ട് അതല്ലേ, അതുകൊണ്ട് ദളിത് മേഖലയിൽ സഹായം കൊടുക്കും. ഞാൻ ഇതുപോലെ 1-2 ദളിത് ക്രിസ്ത്യൻ ഫോറമിൽ പ്രസംഗിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാനും ഇതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാരിന് ഇതിനെക്കുറിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എന്താണ്? കോടതികളുടെ തീരുമാനം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ സിസ്റ്റം നിങ്ങൾക്ക് അറിയാമല്ലോ, ജനപ്രതിനിധികൾ ലെജിസ്ലേച്ചറിലിരിക്കും, ലോ പാസ്സാക്കാൻ ശ്രമിക്കും, പിന്നെ ഒരു ക്യാബിനറ്റും ഒരു സർക്കാരും ഉണ്ടാക്കും. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ എന്ന് പറയാൻ ജഡ്ജിമാരുണ്ട്, ജുഡീഷ്യറി ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ MLA എത്തിയല്ലോ, എൻ്റെ പ്രസംഗം കഴിയാറായി ജോർജ്. പക്ഷെ എന്തായാലും നിങ്ങളുടെ ഈ നാടിൻ്റെ മകനായ നമ്മുടെ പാരശാല MLA ടി ജോർജും എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ദളിത് ക്രിസ്ത്യൻ വിഷയത്തിൽ നമ്മൾക്ക് കുറച്ചും കൂടി പ്രവർത്തിക്കേണ്ടി വരും. തിരുമേനി വിചാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നല്ലപോലെ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല നമ്മളുടെ ജഡ്ജിമാർക്ക് മനസ്സിലാക്കി കൊടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനി പല ആൾക്കാർ നിൽക്കുന്നുണ്ട് പ്രസംഗിക്കാൻ. എനിക്കും ഈ വേദിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോണം, 1-2 വേറെ ചടങ്ങിനപ്പോൾ 1-2 പ്രസംഗം കഴിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനത്തിൽ പറയാനുള്ള 2 വാക്ക് ഈ കുട്ടികൾക്കാണ്. കുട്ടികളെ, ഇന്ത്യ നിങ്ങളുടെ രാജ്യമായി മാറി വന്നു കഴിഞ്ഞു. നിങ്ങളാണ് ഭൂരിപക്ഷം. ഇന്ത്യയിലത്തെ 65% നിവാസികൾ 35 വയസ്സിനും താഴെയാണ്. അതിൻ്റെ അർത്ഥം ഈ രാജ്യം നിങ്ങളുടെയാണ്. നിങ്ങളാണ് ഇതിനെ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞങ്ങളെല്ലാവരും പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലത് നന്നായി ചെയ്തിട്ടുണ്ട്, ചിലത് അത്ര നന്നായി ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ഭാരതം നിങ്ങൾ സൂക്ഷിച്ച് നേരിട്ട് കൊണ്ടുപോകണം. നമ്മൾക്ക് പല നല്ല കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തിൽ. പ്രത്യേകിച്ച് ഒരു നല്ല കാര്യം കേരളത്തിൽ എല്ലാ വിഷയം നന്നായി കാണുന്നത് നമ്മളുടെ ഇന്ത്യൻ പ്ലൂറലിസം എന്ന് പറയും. എല്ലാ ജാതി, എല്ലാ മതം, എല്ലാ നിറത്തിൻ്റെ തോലാണ് മനുഷ്യന്മാർക്ക്. ഈ പല ഭാഷകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു രാജ്യത്തിൽ താമസിക്കുന്നു. ഒരേ അവകാശത്തോട് നമ്മുടെ ജനാധിപത്യം നടക്കുന്നു. ഒരേ വിധത്തിൽ നമ്മൾ ഇന്ത്യക്കാരായിട്ട് കാണുന്നു. അത് ഒരിക്കലും നിങ്ങൾ അതിനെ നഷ്ടം ചെയ്യരുത്. ഇതാണ് ഇന്ത്യയുടെ എല്ലാം വെച്ച് വലിയ ശക്തി. അത് പല രാജ്യങ്ങൾക്കിതില്ല, ഇന്ത്യക്കിതുണ്ട്. ഏത് മതമായാലും ശരി, ഏത് ഭാഷയായാലും ശരി, ഏത് ഭാഗത്തുനിന്ന് ഇന്ത്യത്തെ ഏത് ഭാഗത്തു നിന്നാലും ശരി, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഒരേ അവകാശമാണ്. ഒരേ ഭാവിയിൽ നമ്മൾ ഒരുമിച്ച് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. അത് കേരളത്തിൽ നമ്മൾ എല്ലാ ദിവസവും കാണാം. ഇന്ത്യയിൽ ചില ഭാഗത്തിൽ എല്ലാവരും വിശ്വാസം അതുപോലെ അല്ല. നമ്മൾക്കറിയാം, ചിലവരിപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെക്കുറിച്ച് വേറൊരു സ്വപ്നമാണ് അവർ കാണുന്നത്. നമ്മുടെ സങ്കല്പം, ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം ഒരിക്കലും മറക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നമ്മളെല്ലാവരും നിൽക്കണം. ഒരിക്കലും ഒരു ഇന്ത്യനെ വേറെ ഇന്ത്യനെ ശത്രുവാക്കുന്ന വിശ്വാസങ്ങൾ നമ്മൾ ഒരിക്കലും അവർക്ക് സമയം കൊടുക്കരുത്. എന്നിട്ട് നിങ്ങൾ ഇന്ത്യയിൽ ഞങ്ങൾ എല്ലാം ഒരു പ്ലാറ്റ്ഫോം ഇട്ട് തരുന്നു, നിങ്ങൾക്ക് പല അവസരങ്ങൾ തരുന്നു. ഞാൻ നിങ്ങളുടെ പ്രായമായിരിക്കുമ്പോൾ നമ്മൾക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ, ഇത്ര അവസരങ്ങൾ, ഇത്ര ജോലി ചെയ്യാനും. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര പല വിധത്തിൻ്റെ പ്രൊഫഷൻസ്, പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ എടുത്തിട്ട് നല്ലപോലെ നിങ്ങൾ നാളെ ഈ രാജ്യത്ത് പ്രവർത്തിക്കണം. ഈ രാജ്യത്തിൽ നമ്മളുടെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു മുതൽക്ക് ചെയ്ത നല്ല കാര്യങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. എന്നിട്ട് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ബുദ്ധിയോടെ ഇന്ത്യയെ ഇനി വീണ്ടും പുതിയ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് മാത്രം പറഞ്ഞിട്ട് ബൈബിൾ ഫെയ്ത്ത് മിഷനിൻ്റെ 100ാമത്തെ വാർഷിക ഒരിക്കലും കൂടി ഞാൻ ആഘോഷിച്ചിട്ട്, നിങ്ങളൊപ്പം ആഘോഷിച്ചിട്ട്, നമ്മുടെ ബിഷപ്പ് മോസസ് സ്വാമിദാസിൻ്റെ പ്രവർത്തനത്തിന് ഒരിക്കലും കൂടി ആശംസകൾ പറഞ്ഞിട്ട് ഞാൻ ഈ ചടങ്ങിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ. ദൈവവേലയുടെ ആത്മസമർപ്പണം, ഒരു ത്യാഗത്തിൻ്റെ സാക്ഷാത്കാരം, സ്നേഹത്തിൻ്റെ നിറദീപം, കർത്താവിൻ്റെ ശക്തനായ പോരാളി, ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠത ഉയർത്തിപ്പിടിക്കുന്ന ആദർശധീരൻ, സാധാരണക്കാരനായി പ്രയാണം തുടങ്ങി ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ബിഷപ്പായി മാറിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീർന്ന അഭിവന്യ ധർമ്മരാജ് റസാലം തിരുമേനിയും വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് ഹാർദവമായി ക്ഷണിക്കുന്നു.
അഭിവന്യ തിരുമേനിമാരെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ശശി തരൂർ MLA, ഇവിടെ ആഗതരായിരിക്കുന്ന ജനപ്രതിനിധികളെ, അച്ഛന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവകൃപയും ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. BFM സഭയുടെ 100ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാനും വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുവാനും അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷണിച്ച അഭിവന്യ തിരുമേനിയോടും എല്ലാ സംഘാടകരോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. തെക്കൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു വലിയ ജനസമൂഹം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയായിരുന്നാലും BFM സഭയായിരുന്നാലും, നേരത്തെ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടിമകളായിരുന്ന ഒരു സമൂഹമായിരുന്നു. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അപ്പോസ്തലൻ്റെ ഭാഷയിലുള്ള ആ ഒരു ജീവിത രീതിയായിരുന്നു ഇവിടെ നമുക്ക്. അന്ധകാരത്തിലായിരുന്ന ജനസമൂഹം, ജനമല്ലാതിരുന്ന ഒരു ജനസമൂഹം, ചരിത്രമില്ലാതിരുന്ന ഒരു ജനസമൂഹം, ദൈവമില്ലാതിരുന്ന ഒരു ജനസമൂഹം, വിദ്യാഭ്യാസമില്ലാതിരുന്നു, ആഹാരമില്ലാതിരുന്നു, നല്ല ഭവനങ്ങളില്ലായിരുന്നു, യാതൊന്നുമില്ലാതിരുന്ന ഒരു ജനസമൂഹത്തെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അങ്ങനെ വളർന്ന ഒരു സമൂഹമാണ് ഈ ദക്ഷിണ കേരള മഹായിടോട് ചേർന്ന് ഈ തെക്കൻ തിരുവിതാംകൂറിലായിരിക്കുന്ന ജനസമൂഹം. ഇന്ന് ദൈവം നമ്മെ വളർത്തിയതിൻ്റെ സന്തോഷമാണ് ഈ 100ാം വാർഷിക ദിനത്തിൽ ആഘോഷിക്കുന്നത്. അഭിവന്യ സ്വാമിദാസ് തിരുമേനിയുടെ നേതൃത്വത്തിലൂടെ ഈ സഭയ്ക്കുണ്ടായിരിക്കുന്ന വളർച്ച വളരെ വലുതാണ്. ഇന്ന് സമൂഹത്തിൽ ഒരു ചരിത്രമുള്ള ജനത്തെ കാണിക്കുവാനായിട്ട്, ആ ജനത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട്, ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുവാനായിട്ട്, ജനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടൊക്കെ ഇന്ന് തിരുമേനി വളരെയധികം സന്തോഷത്തോടെ അതിലായിരിക്കുന്നതിൽ അതിയായ അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കാലഘട്ടത്തിനനുസരിച്ചുള്ള ടെക്നോളജി അതിലൂടെ വളർത്തിയെടുക്കുവാനായിട്ട് തിരുമേനി വളരെയധികം ശ്രദ്ധാലുവായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ടിടയായത്. ഈ 100 വർഷത്തെ വളർച്ചയെന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ്. സുവിശേഷത്തിലൂടെ നാം വളർന്നതാണ്. ദൈവമാണ് നമ്മെ വളർത്തിയത്. തുടർന്നും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു ദീർഘവീക്ഷണം, തിരുമേനിയുടെ ചിന്തകൾ, തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹപ്രദമായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ BFMൻ്റെ ജീവാത്മാവും പരമാത്മാവും അഭിവന്യ തിരുമേനിയാണ് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. തുടർന്നും തിരുമേനിയുടെ ശക്തമായ ചിന്തകളും പ്രവർത്തനങ്ങളും, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ കൊച്ചുമക്കളാണ്, ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജനമല്ലാതിരുന്ന നമ്മെ ജനമാക്കി തീർത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി കരേറ്റിക്കൊണ്ട് അടുത്ത 100 വർഷം ഈ സമൂഹത്തിൽ ഉന്നതമായ നിലയിൽ വളർന്നു വരുന്ന ഒരു സഭയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കണം. ജോലി സ്ഥലത്ത് എത്തുവാനായിട്ട് എപ്പോഴും ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ കയറാനുള്ള ടിക്കറ്റ് അത്യാവശ്യം വാങ്ങി
ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റിലാണ് സാധാരണക്കാർക്ക് കയറാനുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് വന്ന് നിൽക്കുന്നത് ഏറ്റവും പുറകിലായതുകൊണ്ട് പ്ലാറ്റ്ഫോമൊക്കെ കഴിഞ്ഞു പോകണം. ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ മനുഷ്യൻ ഓടി അവസാനത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴത്തേക്ക് വണ്ടി വിട്ടുപോകും. അപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ വണ്ടി വിട്ടുപോയി ട്രെയിൻ നഷ്ടപ്പെട്ട് ഇദ്ദേഹം അവസാനം നിരാശ കൊണ്ട് പറയുകയാണ്, ഇന്ത്യൻ റെയിൽവേ മിനിസ്റ്റർക്ക് അദ്ദേഹം ഒരു കത്തയച്ചു, ഇനി മുതൽ ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ട്രെയിനിലും അവസാനത്തെ കമ്പാർട്ട്മെൻറ്റ് പാടില്ല. ആലോചിച്ച് നോക്കി എന്താ സ്ഥിതി. അവസാനത്തെ കമ്പാർട്ട്മെൻറ്റ് എടുത്തു കളഞ്ഞാൽ അതിൻ്റെ മുമ്പിലത്തെ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും അവസാനത്തെ കമ്പാർട്ട്മെൻറ്റ്. അവസാനത്തെ കമ്പാർട്ട്മെൻറ്റ് എപ്പോഴും ഒന്നും ഉണ്ടായിരിക്കും. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ നിരാശയിൽ നിന്ന് പറഞ്ഞതാണ്, ഇനി അവസാനത്തെ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിന് വേണ്ട, ഇനി വേണമെന്ന് മന്ത്രിക്ക് നിർബന്ധമുണ്ടെങ്കിൽ അത് നടുക്ക് തന്നെ സ്ഥാപിക്കണം. ഇത് തമാശ ആണെങ്കിലും അദ്ദേഹം പറഞ്ഞതിലൊരു വലിയ സന്ദേശം. അവസാനത്തെ കമ്പാർട്ട്മെൻറ്റിൽ മറ്റുള്ളവർക്ക് ഇരിക്കാൻ ഇടമുള്ളിടത്ത് ഇരിക്കാൻ അവകാശമില്ലാതെ ഏറ്റവും അവസാനത്തെ കോച്ചിൽ മാത്രം യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ജനം ഇനി അതിന് തയ്യാറല്ല, നടുക്ക് തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ യാത്ര ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ് മനുഷ്യൻ്റെ ആ കഥയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നതാണ് ആരെയും അവസാനത്തെ കോച്ചിൽ കയറ്റാനല്ല, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്. കൈയും കാലുമെല്ലാം തളർന്ന ആ മനുഷ്യനെ, കൈവരണ്ട മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് കൈ പിടിച്ചിട്ട് മുഖ്യധാരയിലേക്ക് നടുക്ക് കൊണ്ട് നിർത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം അതാണ് വിമോചനത്തിൻ്റെത്. ആരും ആരെയും മാറ്റി നിർത്തുവാനുള്ളതല്ല. സഭയിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ആരെയും തള്ളി മാറ്റാനും ബഹിഷ്കരിക്കുവാനും ആർക്കും അവകാശമില്ല. യഹൂദമതത്തിൽ പറഞ്ഞ റാബിയായിരുന്ന യേശു ക്രിസ്തു യഹൂദമതം മാറ്റി നിർത്തിയിരുന്ന ശമരിയാക്കാര്, അതിൽ തന്നെ കൂടുതൽ അടിച്ചമർത്തപ്പെട്ട ശമരിയാക്കാരി ഒരു സ്ത്രീയെ, ആ സ്ത്രീയോട് സംസാരിക്കുക മാത്രമല്ല അവളിൽ നിന്ന് ദാഹജലം വാങ്ങിക്കുടിക്കുക കൂടി ചെയ്തുകൊണ്ട് നിലവിലിരിക്കുന്ന അനാചാരത്തിൻ്റെ അസമത്വത്തിൻ്റെ ഘടനകളെ വെല്ലുവിളിക്കുന്ന ആ സ്ത്രീയെ, ആ സമൂഹത്തെ സമ്പൂർണ്ണ വിമോചനത്തിലേക്ക് നയിക്കുന്ന യേശു ക്രിസ്തുവിൽ യഹൂദനെന്നും യവനനെന്നുമില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, പുരുഷനെന്നില്ല, സ്ത്രീയുമില്ല. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും ദൈവത്തിൻ്റെ അവകാശമുള്ള, ഒരേ അവകാശമുള്ള, തുല്യ അവകാശമുള്ള മക്കളാണെന്നുള്ള പ്രഖ്യാപനം ഈ നാളുകളിൽ ഈ സമൂഹത്തിൽ പ്രഖ്യാപിക്കുക മാത്രമല്ല നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ബൈബിൾ, വേദപുസ്തകം, ദൈവത്തിൻ്റെ വചനം സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. ഫെയ്ത്ത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വാതന്ത്ര്യത്തിലും വിമോചനത്തിലുമുള്ള വിശ്വാസമാണ്. മിഷൻ വിമോചനത്തിൻ്റെതാണ്. ഈ നാളുകളിൽ ഇത് മൂന്നും അർത്ഥവത്തായി നിർവഹിക്കുന്ന ബൈബിൾ, ഫെയ്ത്ത്, മിഷൻ എന്ന സഭയ്ക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം ഈ സഭയെ പിടിച്ചുയർത്തിയ, ഇന്നും ഈ ജനതയുടെ സമ്പൂർണ്ണ വിമോചനത്തിന് വേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ആഴത്തിലുള്ള വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ, കർത്താവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചറിഞ്ഞ ഒരു മത നേതാവിന് മാത്രമേ ഇപ്രകാരം ഒരു സഭയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. അഭിമന്യ തിരുമേനി, അങ്ങേക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഈ ജനതയുടെ സമ്പൂർണ്ണ വിമോചനത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഇനിയും ദൈവം അങ്ങേ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സഭയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു ബിഷപ്പ്. കണ്ണുകൾക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിലെ നൂറ്റാണ്ട് വിള കൊണ്ടാടേണ്ട ബൈബിൾ ഫെയ്ത്ത് മിഷൻ ഞങ്ങളുടെ ഇന്ത്യ സുവിശേഷ തിരുച്ചഭയിൻ പേരിലും അവിടെ അഖില ഇന്ത്യ ബിഷപ്പ് പ്രസിഡന്റ് റൈറ്റർ മോസ്റ്റ് റവറൻഡ് டாக்டர் எம் எஸ்ராஜ் சர்குணா அவருடைய பேரிலும் வாழ்த்துக்களை தெரிவித்துக் கொள்கிறோம். அதோடு இங்கே நாம் பேச கேட்டபடி சுமார் 100 வருஷங்களுக்கு முன்னதாக 1913 இந்த பைபிள் மிஷன், ஃபெய்த் மிஷன் எப்படி ஆரம்பிக்கப்பட்டு அதனுடைய பணிகள் எப்படியாக வளர்ந்து வந்திருக்கின்றது என்பதையும், குறிப்பாக இந்த நாட்களிலே அவருடைய பிஷப்பாக இருக்கின்ற பிஷப் டாக்டர் மோசஸ் சுவாமிதாஸ் அவர்கள் மூலமாக இந்த ஊழியங்கள் எவ்வளவு வளர்ந்துள்ளது என்பதை நாம் கேட்டுக்கொண்டிருக்கிறோம். கர்த்தர் இந்த ஊழியங்களை ஆசீர்வதித்திருக்கின்றார். மகிழ்ச்சி அடைகிறோம்.
ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാൾ കൊച്ചികൾ പകൽ നീളെ